മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 56/2025 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റേഞ്ചർ എക്സാമിനേഷനകത്ത് ഡിഗ്രി പ്രിലിംസിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. കമ്പാരിറ്റീവ്ലി മാത്സിന്റെ ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. നമ്മൾ എല്ലാ ചോദ്യങ്ങളുടെയും വീഡിയോസ് ഈ ഒറ്റ വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാവും. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഒന്നാമത്തെ ചോദ്യം, ഹൗ മെനി ടൈംസ് ഗ്രേറ്റർ ഈസ് 0.18 ദാൻ 0.004? അതായത് 0.18 എന്ന് പറയുന്നത് 0.004നേക്കാൾ എത്ര വലുതാണ്? സോ 0.18 എന്ന് പറയുന്നതിനെ നമുക്ക് 18 into 10⁻² എന്ന് എഴുതാം. 0.004നെ 4 into 10⁻³ എന്ന് എഴുതാം. കാരണം ഇവിടെ നമ്മൾ 2 ഡെസിമൽ പ്ലേസ് ഉള്ളതുകൊണ്ട് 2 ഡെസിമൽ പ്ലേസ് മാറ്റുമ്പോൾ 10⁻², 0.004ന് 3 ഡെസിമൽ പ്ലേസ് ഉള്ളതുകൊണ്ട് 10⁻³ അപ്പൊ എന്ത് ചെയ്യുക? 0.18 പകരം 18 into 10⁻² ഡിവൈഡഡ് ബൈ 4 into 10⁻³ എന്ന് എടുക്കാം. നമ്മൾ നോക്കുമ്പോൾ 10⁻²ഉം 10⁻³ തമ്മിൽ നമ്മൾ ക്യാൻസൽ ചെയ്താൽ ഡിനോമിനേറ്ററിൽ 10⁻⁻1 വരും. കാരണം a⁻x ഡിവൈഡ് ബൈ a⁻y എന്ന് പറഞ്ഞാൽ a⁻x-y ആണ്. ഓക്കെ, ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ 18 ഡിവൈഡ് ബൈ 4, 18നെ 4നെ നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്കിവിടെ 9 കിട്ടും. ഇവിടെ നമുക്ക് 2 കിട്ടും. 9 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 4.5 ആയിരിക്കും. 4.5 ഡിവൈഡ് ബൈ 10⁻⁻1, 10⁻⁻1 മുകളിൽ പോയാൽ 4.5 into 10⁻1 എന്ന് പറയുന്നത് 45. സോ 45 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. രണ്ടാമത്തെ ചോദ്യം, എ വാട്ടർ ബോട്ടിൽ ഈസ് പ്രൈസ്ഡ് അറ്റ് 15 വിച്ച് ഇൻക്ലൂഡ്സ് ദ കോസ്റ്റ് ഓഫ് ദ ബോട്ടിൽ ആൻഡ് ദ കോസ്റ്റ് ഓഫ് ദ വാട്ടർ. ഇഫ് ദ വാട്ടർ കോസ്റ്റ് 12 rupees മോർ ദാൻ ദാറ്റ് ഓഫ് ദ ബോട്ടിൽ, വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ ബോട്ടിൽ? അതായത് ഒരു വാട്ടർ ബോട്ടിലിന്റെയും വെള്ളത്തിന്റെയും കൂടെ വില, വാട്ടർ ബോട്ടിലിന്റെയും വെള്ളത്തിന്റെയും കൂടെ വില എന്ന് പറയുന്നത് 15 രൂപയാണ്. വെള്ളത്തിന്റെ വില ബോട്ടിലിന്റെ വിലയേക്കാൾ 12 രൂപ കൂടുതലാണ് എങ്കിൽ കോസ്റ്റ് ഓഫ് ദ ബോട്ടിൽ എന്താണ്? സോ ഇവിടെ വില കുറവ് എന്തിനാണ്? ബോട്ടിലാണ്. ബോട്ടിലിന്റെ വില എക്സ് ആണെങ്കിൽ ബോട്ടിലിനേക്കാൾ 12 രൂപ കൂടുതലാണ് എന്ത്? വെള്ളത്തിന്. സോ വെള്ളത്തിന്റെ വില എന്ന് പറയുന്നത് എക്സ് പ്ലസ് 12 ആയിരിക്കും. സോ വെള്ളത്തിന്റെ വിലയും ബോട്ടിലിന്റെ വിലയുടെ കൂട്ടിയാൽ 15 കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു 15 എന്ന് എഴുതാം. അതായത് 2x പ്ലസ് 12 ഈക്വൽ ടു 15. അതായത് 2x ഇസ് ഈക്വൽ ടു 15 മൈനസ് 12 3. Therefore x is equal to 3/2 equal to 1.5. അതായത് ബോട്ടിലിന്റെ വില എന്ന് പറയുന്നത് 1.5 രൂപ ആയിരിക്കും. അടുത്ത ചോദ്യം, ജോൺ lent 6 lakhs to Sony for 3 years at a compound interest rate of 5% per annum. What amount will John receive after 3 years? അതായത് 6 ലക്ഷം രൂപ കൂട്ടുപലിശ നിരക്കിൽ 5% പലിശ നിരക്കിൽ 3 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 3 വർഷത്തിന് ശേഷം ജോൺ എത്ര രൂപ കിട്ടും? 6 ലക്ഷം രൂപ, 6 lakh, 10, 100, 1000, 10,000, ലക്ഷം. 6 ലക്ഷം എത്ര രൂപ പലിശ? 5% പലിശ. സോ പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റിന്റെ കേസിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ ഇത് കണ്ടുപിടിക്കുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു 1 പ്ലസ് r/100 ഹോൾ റേസ് ടു n. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5%. അപ്പോൾ 5/100. സോ നമ്മുടെ നെറ്റ് വർത്ത് എത്ര വരും എന്ന് കൂട്ടി 5% പലിശയെങ്കിൽ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 105/100. സോ 105 ഡിവൈഡ് ബൈ 100 എത്ര വർഷത്തേക്ക്? 3 വർഷത്തേക്ക്. അപ്പൊ എന്ത് ചെയ്യണം? 3 പ്രാവശ്യം വരും. 105/100 ഇൻറ്റു 105/100. 105നെയും 100നെയും 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് 21/20 കിട്ടും. ഇതും 21/20 എന്ന് കിട്ടും. ഇതും 21/20 എന്ന് കിട്ടും. കാരണം 5 കൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യും. 1 0 ക്യാൻസൽ ചെയ്യാം, 1 0 ക്യാൻസൽ ചെയ്യാം, ഈ ഒരു 0 ക്യാൻസൽ ചെയ്യാം. കറക്റ്റാ? 600നെ 2 കൊണ്ട് വെട്ടിയാൽ നമുക്ക് 300 കിട്ടും. 300നെ 2 കൊണ്ട് കിട്ടിയാൽ നമുക്ക് 150 കിട്ടും. 150നെ 2 കൊണ്ട് വെട്ടിയാൽ നമുക്ക് 75 കിട്ടും. ബാക്കി എന്തുണ്ട്? 75 ഇൻറ്റു 21 ഇൻറ്റു 21 ഇൻറ്റു 21 എന്ന് പറയുന്നത് 694 575 ആയിരിക്കും. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. ഇവിടെ നമുക്കൊരു സംശയം തോന്നുന്നത് എങ്ങനെയാണ് 105 കിട്ടിയത്? കാരണം നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് ഏതാണോ 1 പ്ലസ് 5/100, 1 പ്ലസ് 500 എന്ന് പറഞ്ഞത് ക്രോസ് മൾട്ടിപ്ലൈ എന്ത് കിട്ടും? 100 പ്ലസ് 5 105 ഡിവൈഡ് ബൈ 100 എന്ന് കിട്ടും. അതാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതിയത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് വെൻ ദ ക്വാണ്ടിറ്റി ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ് അറ്റ് ഡബിൾ ദ പ്രൈസ്? അതായത് എത്രയാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടുക നമ്മുടെ ഹാഫ് ഓഫ് ദ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇരട്ടി വിലയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ? സോ ബേസിക്കലി നമ്മളോട് ആലോചിക്കേണ്ടത്, നമ്മൾ എക്സ് ക്വാണ്ടിറ്റി സാധനമാണ് വിൽക്കാൻ വെക്കുന്നത് എങ്കിൽ എക്സ് ക്വാണ്ടിറ്റി സാധനങ്ങളുടെ വില എന്ത് ചെയ്യുന്നു? വില എന്ന് പറയുന്നത് ഇരട്ടിയാവുന്നു.
സോ എക്സ് ക്വാണ്ടിറ്റിയുടെ വില ഇരട്ടിയാകുമ്പോൾ ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് 2x ആവും. കറക്റ്റാ? 2x ആവും. ദെൻ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ വിൽക്കുന്നത് എത്രയാണോ വിൽക്കാൻ വെച്ചിരിക്കുന്നത് അതിന്റെ നേരെ പകുതിയുള്ളൂ. സോ വിൽക്കുന്നത് എന്ന് പറയുന്നത് x/2 എമൗണ്ട് ആണ്. കറക്റ്റാ? നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിന് നേരെ പകുതിയാണ് വിൽക്കുന്നത്. എത്രയാണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ വില ഇരട്ടിയാവുകയും ചെയ്യുന്നുണ്ട്. സോ എക്സ് ആണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് എങ്കിൽ അതിന്റെ തുക ഇരട്ടിയാവുക എന്ന് പറഞ്ഞാൽ 2x ആവുന്നു. ക്വാണ്ടിറ്റി നേരെ പകുതിയാവുന്നു എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് x/2 ആവുന്നു. സോ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ആണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സെല്ല് ചെയ്യുന്ന എത്രയാണ്? സെല്ല് ചെയ്യുന്നത് 2x-ലാണ്. സെല്ല് ചെയ്യുന്നത് 2x-ലാണ്. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ വിൽക്കുന്നത് x/2 മാത്രമേ ഉള്ളൂ. സോ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് x/2 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് x/2 ഇൻറ്റു 100. 2x മൈനസ് x/2 എന്ന് പറയുമ്പോൾ 4x മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ x/2. 4x മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 3x/2 ഡിവൈഡ് ബൈ x/2. കറക്റ്റാ? സോ പെർസെൻറ്റേജ് ആകുമ്പോൾ ഇൻറ്റു 100. ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്ത് കളയാം. എക്സും എക്സും ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്തുണ്ട്? 3 ഇൻറ്റു 100 300%. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 300% ആയിരിക്കും. അടുത്ത ചോദ്യം, ദ ആവറേജ് ഏജ് ഓഫ് ഗ്രൂപ്പ് ഓഫ് 9 റിട്ടയർഡ് പേഴ്സൺ ഈസ് 64. വെൻ 1 മെമ്പർ ലീവ്സ് ദ ഗ്രൂപ്പ് ദ ആവറേജ് ഏജ് ഡ്രോപ്സ് ടു 62. വാട്ട് ഈസ് ദ ഏജ് ഓഫ് ദ പേഴ്സൺ ഹു ലെഫ്റ്റ്? അതായത് 9 പേരുള്ള ഒരു ഗ്രൂപ്പിന്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 64 ആണ്. 64 പേരുണ്ടെങ്കിൽ 64 ഇൻറ്റു 9 576 ആയിരിക്കും അവരുടെ ടോട്ടൽ പ്രായം എന്ന് പറയുന്നത്. ദെൻ ഒരാൾ അതിനകത്തുനിന്ന് വിട്ടപ്പോൾ ആവറേജ് എത്രയായി? 62ആയി. അപ്പൊ ഈ 62 എന്ന് പറയുന്നത് 8 പേരുടെ ആവറേജ് പ്രായമാണ്. കറക്റ്റാ? സോ 62 ഇൻറ്റു 8 എന്ന് പറയുന്നത് 496. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ശരിക്കും പറഞ്ഞാൽ ലീവ് ചെയ്ത ആളുടെ പ്രായം എന്ന് പറയുന്നത്. കാരണം ആ ലീവ് ചെയ്ത ആളുടെ ആളാണ് ആ പ്രായം 62, ആവറേജ് ഏജ് 62 64 ആക്കിയത്. അപ്പൊ ലീവ് ചെയ്ത ആളുടെ പ്രായം എന്ന് പറയുന്നത് വ്യത്യാസമാണെങ്കിൽ 6 6 പോയാൽ 0, 9 8 17. സോ 9 8 17. ഇവിടെ 5 1 പോയത് കൊണ്ട് 4 4 പോയാൽ 0. സോ ലെഫ്റ്റ് ചെയ്ത ആളുടെ പ്രായം എന്ന് പറയുന്നത് 80 വയസ്സ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 56ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് സ്ക്വയർ ടൈൽസ് റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി കവർ എ റെക്ടാംഗുലർ ഫ്ലോർ മെഷറിംഗ് 5.25 മീറ്റർ ബൈ 5.10 മീറ്റർ? സോ ബേസിക്കലി ഇങ്ങനൊരു ചോദ്യങ്ങൾ കിട്ടുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്നില്ല 5.25 മീറ്റർ. 5.25 മീറ്റർ എന്ന് പറഞ്ഞാൽ 525 സെന്റിമീറ്റർ. 5.10 മീറ്റർ എന്ന് പറഞ്ഞാൽ 510 സെന്റിമീറ്റർ. കാരണം 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഇതിന്റെ ഏരിയ എത്ര വരും? ഈ ഫ്ലോറിന്റെ ഏരിയ എന്ന് പറയുന്നത് 525 ഇൻറ്റു 510 ആണ്. ശരിയാണല്ലോ? കറക്റ്റാ? അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന തന്നിരിക്കുന്ന മെഷർമെന്റിന്റെ LCM കാണുക. 525ന്റെയും 510ന്റെയും HCF കാണുക. സോ 525നെ 510നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോമൺ ആയിട്ട് എടുത്താൽ നമുക്ക് 105ഉം 102ഉം കിട്ടും. 2നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 35 3 105, 34 3 102, 34 3 102, I3 15. സോ ഇവിടുത്തെ HCF എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ 5 3 അപ്പൊ I3 15 ആണ് HCF എന്ന് പറയുന്നത്. അപ്പൊ ഈ HCF 15 കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ക്വയർ ടൈലിന്റെ ഒരു സൈഡിന്റെ നീളം എന്ന് പറയുന്നത് 15 ആയിരിക്കും എന്നുള്ളതാണ്. സോ നമ്മുടെ ഈ ഫ്ലോറിന്റെ ടോട്ടൽ ഏരിയ 525 ഇൻറ്റു 510 ആണ് എങ്കിൽ നമ്പർ ഓഫ് ടൈൽസ് എത്ര വേണം? ടോട്ടൽ ഏരിയ 525 ഇൻറ്റു 510 ഡിവൈഡഡ് ബൈ ആ ഒരു സ്ക്വയർ ടൈലിന്റെ ഏരിയ. സ്ക്വയർ ടൈലിന്റെ ഒരു സൈഡിന്റെ മെഷർമെന്റ് എന്ത് വരും? 15. അടുത്ത സൈഡിന്റെ മെഷർമെന്റ് 15 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 525/15 525/15 എന്ന് പറഞ്ഞാൽ 35 എന്ന് കിട്ടും. 510/15 എന്ന് പറഞ്ഞാൽ 34 എന്ന് കിട്ടും. 35 ഇൻറ്റു 34 എന്ന് പറയുന്നത് 1190. സോ 15 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന 1190 ടൈലുകൾ നമുക്ക് ആവശ്യമായി വരും. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഹെലൻ ഈസ് 45 years old. ഹെലന്റെ പ്രായം എന്ന് പറയുന്നത് 41 വയസ്സാണ്. ഹെർ ഡോട്ടറുടെ പ്രായം, അയാളുടെ മകളുടെ പ്രായം എന്ന് പറയുന്നത് 9 വയസ്സാണ്. ഹൗ മെനി ഇയേഴ്സ് ഫ്രം നൗ വിൽ ദ ഹെലൻ ബി 3 times as old as her daughter? അതായത് ഇപ്പോഴത്തെ വയസ്സിൽ നിന്ന് എത്ര വർഷം കഴിയുമ്പോഴാണ് മകളുടെ പ്രായത്തിന്റെ 3 ഇരട്ടി പ്രായം ആർക്ക് വരുന്നത്? ഹെലന് വരുന്നത്. സോ ഇപ്പോളിൽ നിന്ന് x വയസ്സ് മുമ്പോട്ട് പോകുന്നു. അപ്പം മകളുടെ പ്രായം 9 + x ആവുന്നു. ഹെലന്റെ പ്രായം 41 + x ആവുന്നു.
പറഞ്ഞിരിക്കുന്നത് മകളുടെ പ്രായത്തിന് 3 ഇരട്ടിയാവണം. സോ 9 പ്ലസ് എക്സ് ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 41 പ്ലസ് എക്സ്. സോ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 9 ടു 3 27, 9 ടു 3 27, 27 പ്ലസ് 3x ഈക്വൽ ടു 41 പ്ലസ് എക്സ് എന്ന് എഴുതാനായിട്ട് പറ്റും. എക്സ് ഉള്ള ടൈമിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 41 മൈനസ് 27 ഈക്വൽ ടു 3x മൈനസ് എക്സ് ഈക്വൽ ടു 2x എന്ന് കിട്ടും. സോ 41 നിന്ന് 27 പോയാൽ നമുക്ക് എന്ത് കിട്ടും? 14 ഈക്വൽ ടു 2x എന്ന് കിട്ടും. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 14/2 7 എന്ന് കിട്ടും. അതായത് മകളുടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ നിന്ന് എത്ര വർഷം കഴിഞ്ഞാലാണ് മകളുടെ പ്രായം എന്ന് പറയുന്നത്, സോറി, മകളുടെ പ്രായത്തിന് 3 ഇരട്ടി അമ്മയുടെ പ്രായമാകുന്നത്. സോ എക്സ് ആയിട്ടാണ് നമ്മൾ അതിനെ എടുത്തത്. എക്സിന്റെ വാല്യൂ എത്രയാണ്? എക്സിന്റെ വാല്യൂ 7 ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. നെക്സ്റ്റ് വൺ. In a mathematics examination, the pass percentage is 87.5%. If 7 students failed, how many students appeared in the examination? ഒരു എക്സാമിനകത്ത് മാത്സിന് 87% ആളുകൾ തോറ്റു, സോറി 87% ആളുകൾ ജയിച്ചു. തോറ്റ കുട്ടികളുടെ എണ്ണം 7 ആണ് എങ്കിൽ എത്ര പേര് പരീക്ഷ എഴുതി? ജയിച്ചത് 87% എങ്കിൽ തോറ്റത് എന്ന് പറയുന്നത് 12% ആയിരിക്കും. കാരണം മൊത്തം 100% എങ്കിൽ 12% എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് 12.5/100 ഓഫ് എക്സ് എന്ന് പറയുന്നത് 7 ആണ്. കാരണം ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം എക്സ് ആയിട്ട് അസ്യൂം ചെയ്താൽ അതിന്റെ 12% 7 എന്ന് പറയുന്നത്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു 7 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 12.5. ബേസിക്കലി 12.5 ഇൻറ്റു 8 ആണ് 100 എന്ന് പറയുന്നത്. കാരണം 25 ഇൻറ്റു 4 ആണ് 100, 12.5 ഇൻറ്റു 2 ആണ് 25. അപ്പോൾ 12.5 ഇൻറ്റു 8 ആയിരിക്കും 100 എന്ന് പറയുന്നത്. സോ 12.5നെ 100നെ ക്യാൻസൽ ചെയ്ത് 8 കിട്ടും. 8 56. സ്റ്റുഡൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 56 ആയിരിക്കും. നെക്സ്റ്റ് വൺ. എ ഗ്രൂപ്പ് ഓഫ് 5 men or 12 women can complete a particular task of work in 78 days. How many will it take for 5 men and 12 women working together to finish the same task? So basically നമുക്ക് തന്നിരിക്കുന്നത് 5 മെന്നിന് ഒരു വർക്ക് 78 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. 12 വിമനിന് ഒരു വർക്ക് 78 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. അതായത് 5 മെൻ ചെയ്യുന്ന വർക്കും 12 വിമൻ ചെയ്യുന്ന വർക്കും തുല്യമാണ്. 5 മെൻ ചെയ്യുന്ന വർക്കും 12 വിമൻ ചെയ്യുന്ന തുല്യമാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 5 മെന്നും 12 വിമനും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. 5 മെന്നും 12 വിമനും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസത്തിൽ വർക്ക് തീരും? സോ 5 വിമന് 78 ദിവസം കൊണ്ട് തീർക്കാം. 12 വിമനും 78 ദിവസം കൊണ്ട് ചേർക്കാം. അപ്പൊ രണ്ടുപേരുടെ വർക്ക് ചെയ്താൽ എത്രയാണ്? ടോട്ടൽ എടുക്കുന്ന ദിവസത്തിന്റെ നേരെ പകുതിയായിരിക്കും. അപ്പൊ 78ന്റെ പകുതി 39 ദിവസം കൊണ്ട് വർക്ക് തീരും. നെക്സ്റ്റ് വൺ. The 5th term and the 8th term of a geometric progression is 27 and 729 respectively. What is the 11th term? Geometric progression ഒരു ടേം കണ്ടുപിടിക്കുന്നത് an is equal to ar raised to n minus 1 ആണ്. അതായത് 5th ടേം a4 എന്ന് പറയുന്നത്, 5th ടേം a5 എന്ന് പറയുന്നത് ar raised to 4 ആയിരിക്കും. ar raised to 4 എന്ന് പറയുന്നത് 27 ആണ്. 8th ടേം a8 എന്ന് പറയുന്നത് ar raised to 7 ആയിരിക്കും എന്ന് പറയുന്നത് 729 ആണ്. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ഉം ഇതിനെ ഇക്വേഷൻ നമ്പർ 2 ആക്കിയാൽ രണ്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? ar raised to 7 ഡിവൈഡ് ബൈ ar raised to 4 ഈക്വൽ ടു 729 ഡിവൈഡ് ബൈ 27 എന്ന് കിട്ടും. കറക്റ്റാ? സോ അങ്ങനെയാണെങ്കിൽ എയും എയും ക്യാൻസൽ ആയി പോയി. r raised to 7 ബൈ r raised to 3 എന്ന് പറയുമ്പോൾ r raised to 3 എന്ന് കിട്ടും. കാരണം എന്താണ്? a raised to x ഡിവൈഡ് ബൈ a raised to y എന്ന് പറയുമ്പോൾ a raised to x മൈനസ് y, r raised to 7 മൈനസ് 4 എന്ന് പറയുമ്പോൾ r raised to 3 എന്ന് കിട്ടും. 729 ബൈ 27 എന്ന് പറയുന്നത് 27 ആണ്. r raised to 3 27. അതായത് r ക്യൂബ് ഈക്വൽ ടു 3 ക്യൂബ് എന്ന് എഴുതാം. therefore r is equal to 3. r 3 ആണെങ്കിൽ, r എന്ന് പറയുന്നത് 3 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് a ഇൻറ്റു 3 raised to 4 ഈക്വൽ ടു 27. അങ്ങനെയാണെങ്കിൽ a is equal to 27 ഡിവൈഡഡ് ബൈ 3 raised to 4. ഈ പറയുന്ന 27 എന്ന് പറയുന്നത് 3 raised to 3 ആണ്. ഡിവൈഡ് ബൈ 3 raised to 4. രണ്ടുകൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഡിനോമിനേറ്റർ 3 കിട്ടും. സോ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/3 ആണെന്ന് കിട്ടി. സോ എയുടെ വാല്യൂ 1/3 ആണെങ്കിൽ 11th ടേം a11 is equal to a into r raised to 10. എയുടെ വാല്യൂ 1/3 into r raised to 10. ആറിന്റെ വാല്യൂ 3 raised to 10 എന്ന് കിട്ടും. ഇവിടെ നിന്നൊരു 3യും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? 3 raised to 9. സോ 11th ടേം എന്ന് പറയുന്നത് 3 raised to 9 ആയിരിക്കും. 3 raised to 9 എന്ന് പറയുന്നത് 196 83. സോ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. It takes 8 seconds for a clock to strike 5. How many seconds will it take for the same clock to strike 10? അതായത് 5 പ്രാവശ്യം സ്ട്രൈക്ക് ചെയ്യാനായിട്ട് 8 സെക്കൻഡ് എടുക്കും. അങ്ങനെയാണെങ്കിൽ 10 പ്രാവശ്യം സ്ട്രൈക്ക് ചെയ്യാനായിട്ട് എത്ര സെക്കൻഡ് എടുക്കും? 5 പ്രാവശ്യം സ്ട്രൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1 2
3 4 5. സോ ഒരു ഡ്യൂറേഷൻ, 2 ഡ്യൂറേഷൻ, 3 ഡ്യൂറേഷൻ, 4 ഡ്യൂറേഷൻ. ഈ 4 ഡ്യൂറേഷൻ എടുക്കുന്നത് 8 സെക്കൻഡ് ആണ്. അതായത് ഒരു ഡ്യൂറേഷൻ എടുക്കുന്നത് 2 സെക്കൻഡ് ആണ്. അങ്ങനെയാണ് എങ്കിൽ എത്രയാണ്? 10 പ്രാവശ്യം അടിക്കണം. 5 അടിച്ചതിന് പകരം ബാക്കി പിന്നെ എത്രയുണ്ട്? 5ന് ശേഷം 6 7 8 9 10. 5ൽ നിന്ന് 6ലേക്ക് ഒരു ഡ്യൂറേഷൻ കൂടെ, 6ൽ നിന്ന് 7ലേക്ക് മറ്റൊരു ഡ്യൂറേഷൻ, 7ൽ നിന്ന് 8ലേക്ക് അടുത്ത ഡ്യൂറേഷൻ, 8ൽ നിന്ന് 9ലേക്ക് അടുത്ത ഡ്യൂറേഷൻ, 9 10ലേക്ക് അടുത്ത ഡ്യൂറേഷൻ. അപ്പോൾ മൊത്തം എത്ര ഡ്യൂറേഷൻ വന്നു? 1 2 3 4 5 6 7 8 9. ഒരു ഡ്യൂറേഷൻ 2 സെക്കൻഡ് എടുക്കുമെങ്കിൽ 9 ഡ്യൂറേഷന് 9 × 2 18 സെക്കൻഡ്. സോ ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, ഇഫ് യു ആർ ദ 9th person from the either end of the queue, how many people are there in that queue? അതായത് നമ്മളൊരു ക്യൂവിൽ നിൽക്കുവാണ്. ആ ക്യൂവിൽ മുമ്പിൽ നിന്ന് എണ്ണപ്പെടും നിങ്ങൾ 9ാമതാണ്, പുറകിൽ നിന്ന് എണ്ണപ്പെടും നിങ്ങൾ 9ാമതാണ്. അതിന്റെ അർത്ഥം മുമ്പിൽ നിങ്ങളെക്കാൾ മുമ്പിൽ നിന്ന് എണ്ണുമ്പോൾ 9ാമെന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻപിൽ 8 പേരുണ്ട്. പുറകിൽ നിന്ന് എണ്ണുമ്പോൾ 9ാമെന്ന് പറഞ്ഞാൽ നമ്മുടെ പുറകിൽ എത്ര പേരുണ്ട്? 8 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ 9ാമതാവുള്ളൂ. സോ മൊത്തം ആളുകളുടെ എണ്ണം എത്ര പേരാ? ഇത് 8 8 8 16. പിന്നെ നിന്നെ കൂടെ കൂട്ടുമ്പോൾ 16 1 17. സോ ക്യൂവിൽ മൊത്തം ഉള്ളതെന്ന് പറയുന്ന 17 പേര്. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. If you write down first 100 natural numbers, how many times 8 will be repeated? അതായത് ആദ്യത്തെ 100 നാച്ചുറൽ നമ്പറുകൾ എഴുതിയാൽ 8 എത്ര പ്രാവശ്യം റിപ്പീറ്റഡ് ആവും? നമുക്കറിയാം 8 18 28 38 48 58 68 78 98. ഇത് മൊത്തം എത്ര പ്രാവശ്യം വന്നു? 1 2 3 4 5 6 7 8 9 9 പ്രാവശ്യം വന്നു. പിന്നെയുള്ളത് ഏതൊക്കെയാണ്? 80 81 82 83 84 85 86 87 88 89 വരും. 1 2 3 4 5 6 7 8 9 9 8 88 മാത്രം എത്രയാ? 2 പ്രാവശ്യം. 9 2 11. ഇവിടെ 9 പ്രാവശ്യം. 11 + 9 20 പ്രാവശ്യം. സോ 8 റിപ്പീറ്റ് ചെയ്യുന്ന എത്ര പ്രാവശ്യമായിരിക്കും? ഓപ്ഷൻ ഡി 20 പ്രാവശ്യം. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഓഡ് മാൻ ഔട്ട്. 253 136 352 460 324 631 244. വളരെ സിമ്പിൾ ലോജിക്കാണ്. സംഖ്യകൾ തമ്മിൽ കൂട്ടി നോക്കുക. 4 2 8 8 2 10. സോ ഇത് കൂട്ടുമ്പോൾ 10 കിട്ടും. 6 3 9 9 1 10. ഇവിടെ 10 കിട്ടും. 3 2 5 5 4 9. ഇവിടെ കൂട്ടുമ്പോൾ 9 കിട്ടുള്ളൂ. 6 4 10 10 കിട്ടും. 5 3 8 8 2 10. ഇവിടെ 10 കിട്ടും. 3 1 4 6 4 10. ഇവിടെ 10 കിട്ടും. 5 2 7 7 3 10. ഇവിടെയും 10 കിട്ടും. സോ കൂട്ടുമ്പോൾ 10 കിട്ടിയാൽ അത് ഏക ഓപ്ഷൻ 324. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 1/4 of a tank holds 135 liters of water. What part of the tank is full if it contains 180 liters of water? അതായത് ഒരു ടാങ്കിനകത്ത് 135 ലിറ്റർ വെള്ളമുള്ളപ്പോൾ 1/4 ഫില്ലാണ്. അങ്ങനെയാണെങ്കിൽ 180 ലിറ്റർ വെള്ളമുണ്ട് എങ്കിൽ ആ ടാങ്കിന്റെ എത്ര പാർട്ട് ഫില്ലാണ്? സോ 1/4 പാർട്ട് എന്ന് പറയുന്നത് 135 ലിറ്റർ ആണെങ്കിൽ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 135 × 4 ആയിരിക്കും. സോ ടോട്ടൽ വോളിയം 135 × 4 ആണെങ്കിൽ അതിനകത്ത് 180 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ അത് എത്ര പാർട്ടാണ്? കറക്റ്റാ? 180 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ അത് എത്ര പാർട്ടാണ്? സോ 180നെയും 4നെയും കൂടെ ക്യാൻസൽ ചെയ്താൽ 180നെ 4 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 45, കാരണം 45 4 180. 45നെയും 135നെ ക്യാൻസൽ ചെയ്ത് 45 × 3 135. സോ 3. സോ ആൻസർ എന്ന് പറയുന്നത് 1/3. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഫൈൻഡ് ദ നെക്സ്റ്റ് നമ്പർ ഓഫ് ദ സീക്വൻസ്. തന്നിരിക്കുന്ന സീക്വൻസ് 1 6 13 24 41. ഡിഫറൻസ് കണ്ടു നോക്കിയേ. 1 5 6 7 6 13 13 11 24 24 17 41. ബന്ധം ഒന്നുമില്ല. ഇവ അടുത്ത ഡിഫറൻസ് നോക്കിയേ. 5 2 7 7 4 11 11 6 17. അങ്ങനെയാണെങ്കിൽ 17 8 25. സോ 41 കൂടി 25 കൂട്ടിയാൽ 66. സോ ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, the students of a class are made to stand equally in rows. If 3 students are extra in each row, there would be 1 row less. If 3 students are less in each row, there would be 2 more rows. Then number of students in the class is. സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ, അതായത് ഒരു സ്കൂളിൽ നമ്മൾ സ്റ്റുഡൻസിനെ റോയിൽ നിർത്തുവാണ്. ഒരു റോയിൽ 3 കുട്ടികളെയും കൂടെ അഡീഷണൽ ആക്കി വെച്ചാൽ നമ്പർ ഓഫ് റോസിന്റെ എണ്ണം 1 കുറയും. 3 സ്റ്റുഡൻസിന്റെ എണ്ണം കുറച്ച് വെച്ചാൽ നമ്പർ ഓഫ് റോസിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 കൂടും. അങ്ങനെയാണെങ്കിൽ സ്റ്റുഡൻസിന്റെ എണ്ണം കണ്ടുപിടിക്കാം.
അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റോ എന്ന് പറയുന്നതിനെ y ആയിട്ടും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ റോ അതായത് ഒരു റോയിലുള്ള സ്റ്റുഡൻസിന്റെ എണ്ണം എക്സുമായിട്ട് അസ്യൂം ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വൈ ആയിരിക്കും. കറക്റ്റാ? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വൈ ആയിരിക്കും. ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോ റോയിലും 3 കുട്ടികളെ കൂടെ വെക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? ഒരു റോയിലെ കുട്ടികളുടെ എണ്ണം x+3 ആവുന്നു. അപ്പൊ റോയുടെ എണ്ണം എന്ന് പറയുന്നത് 1 കുറയുന്നു. സോ നമ്പർ ഓഫ് റോസ് y മൈനസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. കാരണം നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ദിസ് ഈസ് ഈക്വൽ ടു xy എന്ന് എഴുതാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് xy പ്ലസ് 3y മൈനസ് എക്സ് മൈനസ് 3 ഈക്വൽ ടു xy. രണ്ട് സൈഡിലും xy ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 3y മൈനസ് എക്സ് ഈക്വൽ ടു 3. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അസ്യൂം ചെയ്യാം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഓരോ റോയിലും 3 കുട്ടികൾ വീതം കുറവാണെങ്കിൽ. അപ്പൊ എന്തിന്റെ അർത്ഥം എന്താണ്? കുട്ടികളുടെ എണ്ണം x-3 ആവുന്നു. റോയുടെ എണ്ണം 2 കൂടുന്നു. y+2 ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻറ് നത്തിങ് ബട്ട് ഈക്വൽ ടു xy. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ. xy മൈനസ് 3y പ്ലസ് 2x മൈനസ് 6 ഈക്വൽ ടു xy. xyയും xyയും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്ത് എഴുതാം? 2x മൈനസ് 3y ഈക്വൽ ടു 6. ഒരു ഇക്വേഷൻ 3y മൈനസ് 6 ഈക്വൽ ടു 3. ഇത് 2x മൈനസ് 3y ഈക്വൽ ടു 6. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ രണ്ടുകൂടെ നോക്കിയാൽ ഓക്കെ 2x മൈനസ് 3y ഈക്വൽ ടു 6. 2x മൈനസ് 3y ഈക്വൽ 2x മൈനസ് 3y ഈക്വൽ ടു 6. അതുപോലെ 3y മൈനസ് x 3y 2x മൈനസ് 3y ഈക്വൽ ടു 6. ഓക്കെ കറക്റ്റാ? ഇവിടെ നമ്മൾ നോക്കിയാൽ ഒന്ന് 3 പ്ലസ് 3y ഉണ്ട്, ഒന്ന് മൈനസ് 3y ഉണ്ട്. രണ്ട് ഇക്വേഷനോടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? സോ 3y മൈനസ് 3y അപ്പോൾ 0 ആയി പോകും. 2x മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x മൈനസ് എക്സ് ഈസ് എക്സ്. എക്സ് ഈസ് ഈക്വൽ ടു 6 3 9. എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 9 ആണെന്ന് കിട്ടി. എക്സ് 9 ആണെങ്കിൽ 3y മൈനസ് 9 ഈക്വൽ ടു 3. That is 3y equal to 9 plus 3 12. Therefore y is equal to എന്തെന്ന് കിട്ടും? 12 by 3 that is equal to 4. So റോയുടെ എണ്ണം എന്ന് പറയുന്നത് 4. കുട്ടികളുടെ എണ്ണം ഓരോ റോയിലുള്ള കുട്ടികളുടെ എണ്ണം 9 കിട്ടി. സോ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് x ഇൻറ്റു y 9 ഗുണം 4 9 4 36. സോ അതായത് ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ 85 ഇൻറ്റു 87 ഇൻറ്റു 89 ഇൻറ്റു 91 ഇൻറ്റു 95 ഇൻറ്റു 96 ഈസ് ഡിവൈഡഡ് ബൈ 100. പെട്ടെന്ന് നോക്കുമ്പോൾ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും, വളരെ സിമ്പിൾ ആണ്. ഈ 85-നകത്തുനിന്ന് ഒരു 5ന്റെ ഫാക്ടർ കിട്ടും. കറക്റ്റാ? കാരണം 17 ഇൻറ്റു 5 85. 95-ൽ നിന്ന് 19 ഇൻറ്റു 5 95. സോ ഇവിടെ നിന്ന് ഒരു 5ന്റെ ഫാക്ടർ കിട്ടും. ഈ 96 എന്ന് പറയുന്നത് ഒരു 4ന്റെ മൾട്ടിപ്പിളാണ്. കറക്റ്റാ? 94 എന്ന് പറയുന്നത് 4. കാരണം 24 ഇൻറ്റു 4 96. സോ നമുക്കിവിടെ 4ന്റെ മൾട്ടിപ്പിൾ കിട്ടും. 5 ഇൻറ്റു 5 എന്ന് പറഞ്ഞ് 25. 25 ഇൻറ്റു 4 എന്ന് പറയുന്നത് 100. സോ ഇതിൽ നിന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനകത്ത് ഒരു ഫാക്ടർ 100 വരുന്നുണ്ട്. അപ്പൊ 100 വരുന്നുണ്ടെങ്കിൽ അതെന്താണ്? അതിന് 100 കൂടി ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സോ 100ന്റെ മൾട്ടിപ്പിളിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എത്ര കിട്ടും? 0. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. If ABC and DEF are both 3-digit numbers such that ABC and ABCDEF are distinct non-zero digits such that ABC plus DEF is 1 1 1 1. What is the value of A plus B plus C plus D plus E plus EF? അതായത് എ ബി സി എന്ന് ഡി എഫ് എന്ന് പറയുന്ന 3 3-digit നമ്പർ ആണ്. ആ 6 ഡിജിറ്റുകളിലും ഡിസ്റ്റിങ്ക്റ്റ് നോൺ സീറോ ഡിജിറ്റുകളാണ്. അവ രണ്ടുകൂടെ കൂട്ടുമ്പോൾ 4 1 ക്വാഡ്രപ്പിൾ 1 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? സോ ഇവിടെ ഓർക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ എ ബി സി എന്ന് എടുക്കുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്പറുകളായിരിക്കണം. കാരണം 1 3 5. ഓക്കെ, അപ്പം ഇതുമായിട്ട് താഴെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം. 5നോട് കൂടി എന്ത് കൂട്ടിയാൽ 1 കിട്ടും? 5നോട് കൂടി 6 കൂട്ടിയാൽ 11 കിട്ടും. 11 വന്നാൽ ശിഷ്ടം 1 വരും. സോ അപ്പോൾ ഇവിടെ എന്തുണ്ട്? 3 1 4 ഉണ്ട്. 4ന്റെ കൂടെ എന്ത് കൂട്ടിയാൽ 11 കിട്ടും? 4ന്റെ കൂടെ 7 കൂട്ടിയാൽ 11 കിട്ടും. ബാക്കി എന്തുണ്ട്? ശിഷ്ടം 1 ഉണ്ട്. 1 1 2. 2ന്റെ കൂടെ എന്ത് കൂട്ടിയാൽ 11 കിട്ടും? 9 കൂട്ടിയാൽ 11 കിട്ടും. സോ 135 976 നമുക്കൊരു സെറ്റ് എടുക്കാം. കാരണം എന്താണ്? ഇവിടെ നമ്മൾ ഓൾട്ടർനേറ്റ് നമ്പറുകൾ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കണം? ഓൾട്ടർനേറ്റ് നമ്പർ എടുക്കണം. ഫസ്റ്റ് സെറ്റിൽ ഓൾട്ടർനേറ്റ് നമ്പർ എടുക്കണം. കാരണം എന്താണ്? 5 6 11. 11നോട് കൂടി 1 വന്ന് ശിഷ്ടം 1 വന്നു. സോ 3 1 4 പിന്നെ 7 4 11. സോ ഇപ്പൊ സെറ്റ് ഒരു സിമ്പിൾ ഉദാഹരണം എന്ന് പറയുന്നത് 135 976 ആണ്.
സോ അങ്ങനെ വരുമ്പോൾ ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? 5 4 9, 9 6 15, 15 15 7 15 7 22, 22 പ്ലസ് 9 31. സംഖ്യകളെല്ലാം കൂടെ കൂട്ടി എത്ര കിട്ടും? 131 കിട്ടും. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. An accurate clock shows 8 o'clock in the morning. രാവിലെ 8 മണി കാണിക്കുന്നു. Though how many degrees will the hour hand rotate when clock take 2 o'clock in the afternoon? So basically അവർ ഹാൻഡ് എന്ന് പറയുന്നത് 12 മണിക്കൂർ കൊണ്ടാണ് ഒരു സർക്കുലേഷൻ പൂർത്തിയാക്കുന്നത്. അപ്പോൾ 12 മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അതായത് ഒരു മണിക്കൂറിൽ 360 ഡിവൈഡ് ബൈ 12 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ എത്ര മണിക്കൂറുണ്ട്? 9, 10, 11, 12, 1, 2 6 മണിക്കൂർ. ഒരു മണിക്കൂറിൽ 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമെങ്കിൽ 6 മണിക്കൂറിൽ 6 × 30 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. സോ ബേസിക്കലി ഈ ഒരു ചോദ്യ പേപ്പറിനകത്തുള്ള എല്ലാ ചോദ്യങ്ങളും ക്വാളിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെപ്പോൾ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.